അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എറ്റിസലാറ്റ് ബീച്ച് ക്യാൻറ്റീനിൽ പോയ വീഡിയോ ആണ്. ഇത് ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഏപ്രിൽ 25 തൊട്ട് 12 മെയ് വരെ നടക്കുന്ന ഒരു പരിപാടിയാണ് ജുമേറ ബീച്ചിൽ വെച്ചിട്ട്. ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കും. ഞാനത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോഴേക്കും എല്ലാ ഫുഡിൻ്റെ സ്റ്റാളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. എറ്റിസലാറ്റ് ഈ ഇടയ്ക്ക് പേര് മാറ്റിയായിരുന്നു, ഇ ആൻഡ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്പം എന്താ, നമുക്ക് പോവാം. നേരെ നമ്മൾ പോകുമ്പം ആദ്യം ഒരു ആർച്ചൊക്കെ കെട്ടി ബീച്ച് ക്യാൻറ്റീൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കയറുമ്പം വലത്തെ സൈഡായിട്ട് അതിൻ്റെ മാപ്പുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ ഷോപ്പ് അവിടെ ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു സൈഡിൽ കൂടെ പയ്യെ ഒന്ന് നടക്കാൻ തുടങ്ങി. തലഭാത്തിൻ്റെ ഷോപ്പ്, അത് കഴിഞ്ഞിട്ട് ഈ തുണിയൊക്കെ വിൽക്കുന്ന കട. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിരുന്നു, പക്ഷേ ആ സമയം ഇതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ തുണി, കണ്ണട, ആക്സസറീസ് അങ്ങനത്തെ ഒരു ഷോപ്പുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത സൈഡ് ഫുഡിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ അതിലൊരു പുള്ളി ഇതേ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഞാനത് വേണ്ടെന്ന് മേടിച്ച, ഇനിയിപ്പോൾ ആ കടയിൽ നിന്ന് മേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കാണാം. ഐ ആം സൂപ്പർ ഹീറോയിലുള്ള ആളെ പോലെ ഉണ്ട്. ഇപ്പം ആ പുള്ളി അങ്ങനെ ദുബായിലൊന്നോ എന്തോന്നു. ശരി, പിന്നെ അങ്ങനെ അങ്ങ് പോയിട്ട് ഒരു സൈഡ് തുണിയും കാര്യങ്ങളൊക്കെ cavo.a എന്നാണ് ഇട്ടിരിക്കുന്നത്. പുതിയ ബ്രാൻഡായിരിക്കാം. പിന്നെ ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരു സൈഡ് ഷവർമ, വേറെ സൈഡ് ബർഗർ, പിസ്സ. ഇപ്പോൾ വേറെ കൺട്രിയിലുള്ള ഫുഡ്, ഇപ്പോൾ കൊറിയൻ ഫുഡാണെങ്കിൽ അതൊക്കെ ഉണ്ട്. ശരി, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് നടന്ന് ഫ്രെഡ് എന്നൊരു ഷോപ്പ് ഉണ്ട്. അതായത് ഫിലിപ്പീനി ഷോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ മൊത്തം ഒരു പച്ചപ്പായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് ഫുള്ള് മണലാണ്. ബീച്ച് സൈഡാണ്. ഒരു സൈഡിൽ വന്നിട്ട് സ്കേറ്റിംഗ് പോകേണ്ട ഒരു സ്ഥലം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മേടെ ഗ്രീക്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രീക്ക് ഫുഡ് ഷോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ മാമ ഏഷ്യൻ സ്റ്റൈൽ ഫുഡാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ആൾക്കൂട്ടമുണ്ട്. ഞാൻ വിചാരിച്ച എത്ര ആൾ കാണത്തില്ലെന്ന്. റെയർ എന്ന് പറഞ്ഞിട്ടൊരു കട ഇരിപ്പുണ്ട്. ഈ കടകളുടെ പേര് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നല്ല രസമായിട്ട് അവർ കടേനെ പോർട്രേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ്. അപ്പോൾ ആ സ്റ്റേജിൽ ഞാൻ പോയപ്പോൾ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഒരു അറബി സോങ് പാടുന്നുണ്ട്. അവിടുത്തെ ഒരു സിംഗറാണെന്ന് തോന്നുന്നു. പിന്നെ ഇതല്ലാണ്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കും. അതിനെക്കുറിച്ച് ഞാൻ അത് പിന്നെ പറയാം. പിന്നെ അത് വരുന്നുണ്ട്. കുറേ ആൾക്കാർ ആ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് മേടിച്ചിട്ട് അവരവിടെ നിന്ന് ആസ്വദിക്കുന്നു. നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ്. ഒരു ഈവനിങ്ങിന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ ദുബായ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോസ്, ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സൈഡിൽ നടന്നു പോകുമ്പോൾ അവിടെയും പിസ്സ ഷോപ്സ്, ബർഗർ ഷോപ്സ്, ഇതൊക്കെയാണ് ഒരുപാടുള്ളത്. പിന്നെ കോഫിയുടെ ഒരു ഷോപ്പ്. എനിക്ക് തോന്നുന്നു തലാബാത്ത് ഇതിൻ്റെ ഒരു സ്പോൺസറാണ്. തലാബാത്തിൻ്റെ കുറേ കാണുന്നുണ്ട്, അതിൻ്റെ ബോർഡ്സും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യും. ക്യാമറ യൂസ് ചെയ്യുന്നതിനൊന്നും ആരും ഒന്നും പറയത്തില്ല. ഇടത്തെ സൈഡ് കാണുന്ന വന്നിട്ട് അവിടെ ഒരു ഗെയിം ഷോ പോലെയാണ്. പോയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല. സസ്റ്റൈനബിളിനെ കുറിച്ച് എന്തുവാണ് അവർ പറയുന്നത്. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് കൗതുകമായിട്ട് തോന്നിയത് ഒരു സ്മാഷ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അകത്ത് കുറച്ച് കാശ് കൊടുത്തിട്ട് നമ്മളകത്ത് പോകണം, എന്നിട്ട് അവിടെ ഉള്ള എന്ത് വേണം നമുക്ക് എറിഞ്ഞു പൊട്ടിക്കാമെന്ന്. അങ്ങനത്തെ ഒരു കട വെറൈറ്റി ആയിട്ട് തോന്നി. അടുത്ത് ചിക്കൻ കോണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചായിരുന്നു. ഈ വർഷം വേറൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചത് ഞാൻ പറയാം. ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത് കാരവൻ പോലത്തെ ഒരു ഈ ഫുഡ് ട്രക്ക് സെറ്റപ്പിൽ. പക്ഷെ ഞാൻ പോയപ്പോൾ ഉള്ള ഒരേ ഒരു നെഗറ്റീവ് കുറച്ച് ചൂടായിരുന്നു. അപ്പോൾ ഒരല്പം നമ്മൾ നടക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേർക്കും.
പിന്നെ അത് ഇവിടെ വലത്തെ സൈഡുള്ളത് വന്നിട്ട് വേറൊരു ഗെയിം, തലബാത്തിൻ്റെ തന്നെ ഗെയിമാണ്. അവിടെ ഒരു ഈ കൊച്ചു പിള്ളേരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സ് പോകുന്നുണ്ട്. കോക്കോ ക്ലബ് എന്ന് പറയുന്നത് കോക്കനട്ട് വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ അടുത്ത് അവിടെ ലിപ്റ്റൻ്റെ ഒരു സംഭവം ഇരിപ്പുണ്ട്, ഗുഡ്നസ് ബാർ എന്ന്. അവിടെ ആണെങ്കിൽ ഗ്രീൻ ടീ വെച്ചിട്ടുള്ള 2-3 സാധനങ്ങളുണ്ട്. കുടിച്ചില്ല, പക്ഷെ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സിബിഷൻ പോലത്തെ ആ ഒരു സ്ഥലത്ത് പോയി. അവിടെ നോക്കിയപ്പോൾ ഈ ഓരോ ഫോട്ടോസ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതും താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്റ്റെപ്പ് പോലത്തെ ഒരു സ്ഥലം, അപ്പോൾ അതിൽ കയറി. അവിടെ കുറേ സുഷി ഷോപ്പ്, ബർഗർ ഷോപ്പ്, പിന്നെ കേക്ക്, പിന്നെ കൊറിയൻ ഫുഡ്, ഡ്രിപ്പ് ബർഗർ, MMM ബോക്സ് ഇതിനൊക്കെ ഉണ്ടായിരുന്നു. നേരെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് അങ്ങനെ അവിടെ നോക്കിയപ്പോൾ തലബത്തിൻ്റെ 2 സ്കൂട്ടർ ഇരിക്കും. സ്കൂട്ടർ കഴിഞ്ഞിട്ട് പടി കയറി ഇതാണ് അതിൻ്റെ മോൾ ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കാണാം. ഇത് നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കേണ്ട സ്ഥലമാണ്. പിന്നെ അടുത്ത് കിഡ്സ് സോണിൽ കയറി. അവിടെ 2-3 ഫുഡ് ഷോപ്പ്, പോപ്കോൺ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേർക്ക് കളിക്കേണ്ട കുറേ ഇതെല്ലാം പെയ്ഡാണ്, ഇതെല്ലാം എക്സ്ട്രാ പെയ്ഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വലിയ ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ ആർക്കെയിൻ ഗെയിംസ് അങ്ങനത്തെ 2 സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പം ഈ കോഡ് ബൈക്കിൽ ഒട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബുൾമേനി എന്നൊരു സ്ഥലം. അവിടെ നോക്കിയപ്പോൾ ഒരു ബുള്ളിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിൽ നമ്മൾ കയറിയിരിക്കണം, അതാടും. അപ്പം നമ്മൾ വീഴാണ്ട് പിടിച്ചിരിക്കണം, അതാണ് അതിൻ്റെ സംഭവം. പിന്നെ അടുത്ത് ഈ പിള്ളേർ ചാടുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ പണ്ട് നമ്മൾ ഈ തക്കിഷീസ് കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു പോകയിലെ പരിപാടിയുണ്ട്. അതിലൊക്കെ ഉള്ള പോലെ ഈ ചാടാൻ്റെയും കുനിയേൻ്റെയും ഒക്കെ ഒരു സംഭവം അവിടെ സൈഡിലിരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോഡ് ബൈക്ക് അവിടെ അകത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സ്റ്റേജിൽ പിന്നെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ നല്ല എരിവുള്ള ചിക്കൻ വിങ്സ് എന്തോ കൊടുക്കും, അതിലുള്ളതിൽ മാക്സിമം കഴിക്കണം. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരുത്തൻ അതിൽ ജയിച്ചു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഡ്രിപ്പ് ബർഗറിൽ പോയി. ഡ്രിപ്പ് ബർഗറിൽ പോയിട്ട് ഒരു ഹണി ചിക്കൻ ബർഗറോ അങ്ങനെ ഒരു സാധനം മേടിച്ചിട്ട് എൻ്റെ കൂടെ ഫ്രൈസും ഉണ്ടായിരുന്നു. അത് 2ഉം കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഭയങ്കര മധുരമൊക്കെ ഇരിക്കുമെന്ന് വിചാരിച്ചു, ഭാഗ്യത്തിന് അതില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാംഗോ ഐസ് മേടിച്ചു. മാംഗോ ഐസ് മേടിച്ചിട്ട് കഴിച്ച് പുറത്തിറങ്ങി. ഏതായാലും സംഭവം കൊള്ളാം, നല്ല ഒരു വൈബൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് 2 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ മാക്സിമം നമുക്ക് ഇതെല്ലാം കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അതിന് ഇനി അടുത്ത വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ വർഷത്തെ അത് കഴിഞ്ഞു. അപ്പോൾ ശരിയെന്നാൽ വേറൊരു വീഡിയോയിൽ പിന്നെ ഒരിക്കൽ കാണാം. അപ്പോൾ ഓക്കെ.